20 വർഷത്തിന് ശേഷമുള്ള അതായത് 2 പതിറ്റാണ്ടിന് ശേഷം ബീഹാറിൽ ഉയർന്ന പോളിംഗ് നിരക്കാണ് ഇന്നലെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതിൽ അവകാശവാദം ഉന്നയിച്ച് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഇരു മുന്നണികളും. 20 വർഷം മുമ്പ് വോട്ടിംഗ് ശതമാനം ഉയർന്നപ്പോൾ നേട്ടമുണ്ടാക്കിയത് നിതീഷ് കുമാറാണെന്നും ചരിത്രം ആവർത്തിക്കുമെന്നുമാണ് NDAയുടെ അവകാശവാദം. വിശദാംശങ്ങൾ നൽകാൻ സജു തോമസ് ചേരുന്നു. സജു, ഗുഡ് മോർണിംഗ്. സജു, അങ്ങനെ ആദ്യഘട്ട പോളിംഗ് പൂർത്തിയായിരിക്കുന്നു. അതിലിപ്പോൾ ഒരു റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും ഇരു മുന്നണികളും എല്ലാ പാർട്ടികളും അതിൽ അവകാശവാദം ഉന്നയിക്കും. അപ്പോൾ NDA ഈ പോളിംഗ് കൂടുന്നത് എന്ത് കാരണത്താലാണ്, അത് ഏതെല്ലാം നിലക്ക് ഞങ്ങളെ തുണക്കും എന്നാണ് സൈഫുദ്ദീപ്, ഗുഡ് മോർണിംഗ്. ബീഹാറിൽ 2005 ശേഷം ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു പോളിംഗ് ശതമാനം ഉണ്ടായിരിക്കുന്നത്. 64.46% പോളിംഗിലേക്കാണ് ബീഹാറിൽ ഇന്നലെ ജനങ്ങൾ വോട്ട് ചെയ്തത്. ഇരു മുന്നണികളും ഇപ്പോൾ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ ഇരു മുന്നണികളും വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ്. പ്രത്യേകിച്ച് ജംഗിൾ രാജിനെതിരെയുള്ളൊരു വിധിയെഴുത്താണെന്നാണ് പ്രധാനമന്ത്രി ഇന്നലെയും പറഞ്ഞത്. മിക്ക ഇടങ്ങളിൽ പ്രസംഗത്തിലും അദ്ദേഹം പറഞ്ഞത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, അത് ജംഗിൾ രാജിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ജംഗിൾ രാജ് ഇനി വേണ്ട എന്നുള്ളതിലേക്ക് ജനം വിധിയെഴുതിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രി രണ്ടാം ഘട്ട പ്രചാരണ വേദികളൊക്കെ പ്രസംഗിച്ചത്. എന്തായാലും മഹാസഖ്യം ആ ഒരു പ്രതീക്ഷ മുൻപോട്ട് വെക്കുന്നത് 20 വർഷമായി അല്ലെങ്കിൽ 2 പതിറ്റാണ്ടായി തുടരുന്ന നിതീഷ് കുമാർ സർക്കാരിനെതിരെയും ഒപ്പം തന്നെ BJP വോട്ട് ചോരി അല്ലെങ്കിൽ വോട്ട് കൊള്ള ആരോപണത്തിനെതിരെയും കൃത്യമായ വിധിയെഴുത്താണ് ബീഹാറിൽ ഉണ്ടായതെന്നുള്ള പ്രതീക്ഷയാണ് മഹാസഖ്യം മുൻപോട്ട് വെക്കുന്നത്. ഇരു മുന്നണികളും വലിയ പ്രതീക്ഷയിൽ, വിജയ പ്രതീക്ഷയിൽ മുൻപോട്ട് പോവുകയാണ്. 121 മണ്ഡലങ്ങളാണ് ഇന്നലെ വിധി എഴുതിയത്. ആദ്യഘട്ടത്തിൽ അതായത് 2020 ഈ 121 മണ്ഡലങ്ങളിൽ 60-ലധികം മണ്ഡലങ്ങളിൽ വിജയിച്ചത് മഹാസഖ്യമാണ്. അതുകൊണ്ട് തന്നെ മഹാസഖ്യം വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത്തവണ നിതീഷ് കുമാർ സർക്കാരിനെ മുഖ്യമന്ത്രിയാക്കില്ല എന്നുള്ള ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു പ്രഖ്യാപനമൊക്കെയും BJPയുടെ ഭാഗത്ത് നിന്ന് ആദ്യം ഉണ്ടാവുകയും പിന്നീട് ചിരാഗ് പാസ്വാനെ പരിഗണിക്കുകയും അതിൽ അദ്ദേഹം വിമുഖത രേഖപ്പെടുത്തുകയും ഏറ്റവും ഒടുവിലായിട്ട് ഈ BJPയുടെയൊക്കെയും സങ്കല്പ പത്രിക അല്ലെങ്കിൽ അവിടെ പ്രകടന പത്രിക പുറത്തിറക്കുന്ന ആ വേദിയിൽ പോലും അദ്ദേഹം വരികയും വളരെ വേഗത്തിൽ തന്നെ അദ്ദേഹം പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളൊക്കെയും NDA ക്യാമ്പിൽ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ജനങ്ങൾ കൃത്യമായി വിലയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഹാസഖ്യത്തിന് വലിയ ഭൂരിപക്ഷം പ്രവചിച്ചുകൊണ്ടാണ് മഹാസഖ്യത്തിന്റെ നേതാക്കളൊക്കെയും ആത്മവിശ്വാസം പങ്കുവെക്കുന്നത്. മറിച്ചാണ് NDA മുന്നണിയും ഈ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉള്ളവരൊക്കെയും ക്യാമ്പ് ചെയ്താണ് പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് ബീഹാർ നഷ്ടപ്പെടുകയാണെങ്കിൽ ദേശീയ തലത്തിൽ വലിയ തോതിൽ NDAയും പ്രത്യേകിച്ച് BJPയും ബാധിക്കാൻ സാധ്യതയുള്ള ാൽ ബീഹാർ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ വേണ്ടിയുള്ള എന്ത് കളികളും ബീഹാറിൽ അമിത്ഷായുടെ ഭാഗത്തുണ്ടാകും. അദ്ദേഹം ഈ ആദ്യഘട്ടത്തിൽ JDU-യോടൊപ്പം തന്നെ LJP തമ്മിലുള്ള പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് വേണ്ടി 4 ദിവസം അദ്ദേഹം ക്യാമ്പ് ചെയ്താണ് അവിടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊക്കെയും ചുക്കാൻ പിടിച്ചത്. എന്തായാലും അവസാന ഘട്ടത്തിൽ അല്ലെങ്കിൽ അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ ഇരു മുന്നണികളും പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ്. അത് ആർക്കാകും തുണയാവുക എന്നാണ് നമ്മൾ ഇനി കാത്തിരുന്ന് കാണേണ്ടത്. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് 11-ാം തീയതിയാണ്. 122 മണ്ഡലങ്ങളിലേക്കാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. ഇന്നലെ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെയും ഇന്നലത്തെ ആ ഒരു ബീഹാറിലെ വോട്ടെടുപ്പ് സമയത്തും ഉണ്ടായിട്ട്, പ്രത്യേകിച്ച് ഉപമുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ തന്നെ ജനങ്ങൾ അദ്ദേഹത്തെ ആക്രമിക്കുകയും അദ്ദേഹത്തിനെതിരെ വലിയ തോതിൽ മുദ്രാവാക്യം വിളിക്കുകയും അദ്ദേഹത്തെ ആക്രമിക്കാൻ പോവുകയും അദ്ദേഹത്തിനെതിരെ ചാണകവെള്ളം എറിയുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. വിജയ് സിൻഹ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലേക്ക് എത്തുകയും അദ്ദേഹത്തിനെതിരെ വലിയ പ്രശ്നവും പ്രതിസന്ധിയുമാണ് ഈ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതൊക്കെയും അദ്ദേഹം തരണം ചെയ്തുകൊണ്ട് മുൻപോട്ട് പോയി അത് വോട്ടെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണെന്നാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത്. അതിനിടയിലാണ് ഇന്നലെ ഒരു മണ്ഡലത്തിൽ 5 ബൂത്തുകളിലായിട്ട് പോളിംഗ് രേഖപ്പെടുത്തി. അപ്പോഴും നമ്മൾ കാണേണ്ട മറ്റൊരു വസ്തുത, നിരവധി പേരുടെ വോട്ടാണ് ഇന്നലെ ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ പലരെയും നമ്മൾ കാണുകയും അവരുടെ പ്രതികരണമൊക്കെ നമുക്ക് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒഴിവാക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും ദളിത് മഹാദളിത് വിഭാഗക്കാരാണ് താനും. അപ്പോൾ ഈ വോട്ട് ഒഴിവാക്കപ്പെട്ടത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് യോഗ്യത നഷ്ടമായതൊക്കെ വലിയൊരു തിരിച്ചടിയാകുമോ എന്ന ആശങ്ക മഹാസഖ്യത്തിനുണ്ടോ?
ദിവ്യ, അത് ഏറെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അതായത് ഈ വോട്ട് നഷ്ടമായത് ദളിത് വിഭാഗങ്ങൾക്ക് അതുകൊണ്ട് തന്നെ മുസ്ലിം വിഭാഗങ്ങളുടെയും വോട്ടുകളാണ് നഷ്ടമായിരിക്കുന്നത്. 65 ലക്ഷത്തിലധികം വോട്ടുകളാണ് നഷ്ടപ്പെട്ടത്. ആ വോട്ടുകൾ പ്രധാനമായിട്ടും മഹാസഖ്യത്തിന് അല്ലെങ്കിൽ കോൺഗ്രസിന്റെയും RJDയുടെയും ഒക്കെ വോട്ടുകളാണ്. അതെന്തായാലും ഒരു തിരിച്ചടിയാകുമെന്നുള്ള പ്രതീക്ഷ അല്ലെങ്കിൽ ആ ഒരു പ്രതിസന്ധി എന്തായാലും മഹാസഖ്യത്തിന് മുൻപിലുണ്ട്. പക്ഷേ അതിനൊക്കെയും തരണം ചെയ്യാൻ വേണ്ടി കൂടുതൽ വോട്ടുകൾ മഹാസഖ്യത്തിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് അവസാന ഘട്ടത്തിലുള്ള കാര്യം. ഞാൻ മുൻപ് സൂചിപ്പിച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് 2005 നിതീഷ് കുമാറിന് അല്ലെങ്കിൽ നിതീഷ് കുമാർ മുഖ്യമന്ത്രി ആകുന്നതിന് തൊട്ട് മുൻപായിട്ട് ലാലു പ്രസാദ് യാദവിനെ ജയിലിൽ ആക്കുകയും അദ്ദേഹം ജയിലിൽ കിടക്കുകയും ചെയ്ത സമയത്താണ് ഇത്ര വലിയ ഒരു വോട്ടിംഗ് ശതമാനം ആ കാലഘട്ടത്തിൽ ഉണ്ടായത്. അതിനുശേഷം ഇത്ര വലിയൊരു പോളിംഗ് ശതമാനം ഉണ്ടായിട്ടില്ല. എന്തായാലും ഈ ഒരു പോളിംഗ് ശതമാനത്തിൽ മികവ് അല്ലെങ്കിൽ ആ ഒരു തിരിച്ചുവരവെന്ന് പറയുന്നത് NDA സർക്കാരിന്റെ ജനവിരുദ്ധ വികാരങ്ങൾക്കെതിരെയാണ്, വോട്ട് ചോരിക്കെതിരെയാണ്, വോട്ട് കട്ട് ചെയ്തതിനെതിരെയാണെന്നാണ് ഇന്നലെ നമ്മുടെ മീഡിയ വൺ സംഘം ഒക്കെയും ഇത്തരത്തിലുള്ള വോട്ട് കട്ട് ചെയ്തവരെ കാണുകയും അവരുമായി സംസാരിക്കുകയും ചെയ്തു. അവരുടെ കുടുംബത്തിൽ ജീവനോടെ ഉള്ളവരെ പോലും വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റുന്ന ഒരു നിലപാട് അല്ലെങ്കിൽ ആ ഒരു നടപടിയാണ് ബീഹാറിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അതെന്തായാലും ഇന്ത്യ സഖ്യത്തിനെ മുന്നണിയുടെ വോട്ടുകളാണ്. ആ വോട്ടുകൾ നഷ്ടമായതിൽ ആ ഒരു ആശങ്ക മഹാസഖ്യം മുൻപോട്ട് വെക്കുന്നെങ്കിൽ പോലും ഇത്ര വലിയൊരു പോളിംഗ് ശതമാനം ഉണ്ടായിരിക്കുന്നത് മഹാസഖ്യത്തിന് ആത്മവിശ്വാസം പകരുന്നുണ്ട്. BJP ഇതര വോട്ടുകൾ, പ്രത്യേകിച്ച് അവിടുത്തെ നിഷ്പക്ഷ വോട്ടുകളും സാധാരണ മനുഷ്യരുടെ വോട്ടുകൾ, ദളിത് അതുപോലെ തന്നെ പാവപ്പെട്ട മനുഷ്യരുടെ വോട്ടുകളൊക്കെയും എൻ ബ്ലോക്കായിട്ട് മഹാസഖ്യത്തിലേക്ക് വന്നു എന്നുള്ള പ്രതീക്ഷയാണ് മഹാസഖ്യം ആദ്യഘട്ടത്തിൽ പങ്കുവെക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് ചോരി ആരോപണം തന്നെയാണ്. ഇന്നലെ ഒരു BJP നേതാവ് ഇത്തരത്തിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ 5 മണ്ഡലങ്ങളിലായിട്ട് ഇത്തരത്തിൽ വോട്ട് അട്ടിമറിക്കാൻ വേണ്ടി എത്തുകയും അദ്ദേഹത്തിനെതിരെ വോട്ട് ചോരി, ഗദ്ദി ചോരി എന്ന മുദ്രാവാക്യം ഉയർത്തി വോട്ടർമാർ ക്യൂ നിന്ന വോട്ടർമാർ തന്നെ അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കണമെന്നുള്ള മുദ്രാവാക്യങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടത്. അതൊക്കെയും സാമൂഹ്യ മാധ്യമങ്ങൾ വളരെ വലിയ രീതിയിൽ വൈറലായിട്ടുണ്ട്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെയും ചേർത്ത് വായിക്കുകയാണെങ്കിൽ മഹാസഖ്യത്തിന് വലിയ പ്രതീക്ഷയാണുള്ളത്. 20 വർഷങ്ങൾക്കിപ്പുറം വലിയൊരു വോട്ടിംഗ് ശതമാനം 2025 ഉണ്ടാകുമ്പോൾ അത് മഹാസഖ്യത്തിന് പ്രതീക്ഷ നൽകുന്നതുകൊണ്ട് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടുകൊള്ള ആരോപണങ്ങളും SIRും കൃത്യമായി ജനങ്ങൾക്കിടയിൽ ചർച്ചയായിട്ടുണ്ട്. അത് വോട്ടായി മാറുമെന്നുള്ള പ്രതീക്ഷയാണ് മഹാസഖ്യം മുൻപോട്ട് വെക്കുന്നത്. ഒപ്പം തന്നെ ജംഗിൾ രാജ് ഇനി വേണ്ട എന്നുള്ള രീതിയിലേക്ക് ജനങ്ങൾ വിധി എഴുതി എന്നുള്ള ചില പ്രതീക്ഷയിലാണ് NDA മുന്നണി മുൻപോട്ട് നീങ്ങുന്നത്. എന്തായാലും 1ാം ഘട്ടം കഴിഞ്ഞു. ഇനി 2ാം ഘട്ടത്തിനായുള്ള കാത്തിരിപ്പാണ്.